ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഒബീഡിയൻസ് ആണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ அந்த ஒரு ഞാൻ சொல்லி அந்த പ്ലേസ് ഇല്ലേ, இதுக்குள்ள அங்கே இருக்குன்னா ஒரு பொசிஷனில் போய் நின்றுடு. இப்போ அக்கா வந்துட்டே இருக்கு. இப்போ இவ்வளோ கண்ட்ரோல் பண்ணு. கியூக் சொல்லு, கியூக். பார்க்காதே அவளை, என்ன பார்த்துட்டே இரு. சிட் சொல்லு, சிட். ஓகே, சரி, குட். கொடுத்துடு. அக்கா வந்துடு. ഇപ്പോൾ ഡോഗ് നല്ല സ്മാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ തുറന്ന് കൊടുക്കുറേ, ഞാൻ കൊടുക്കുറേ അക്ക. கரெக்ட் போயிடும். முன்னாடி எல்லாம் இந்த மாதிரி ஓப்பன் பண்ணி வந்தா போயிடுமா? ஓடிடுமா? ഗുഡ്. കൊടുത്തൊരു ട്രീറ്റ്. ഒരു വാട്ട് കൂടി അങ്ങേ പോയി നിന്നിട്ട് എന്നെയും പാത്തിട്ട് ഇവനെ പാക്കാതെ പാത്തിട്ട് അങ്ങേ പോയി നിൽക്കണം. അന്ത ഇതിൽ നമ്മൾ ഫസ്റ്റ് പോകും. எதுவுமே சொல்ல வேண்டாம். இன் ஃப்ரண்ட் ஆஃப் சிட்டி சொல்லிட்டு குட். നമുക്ക് ഡോഗിന് ഓഫ് ലീഷിലും വാക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. നമ്മൾ എങ്ങനെ കിടക്കണം, എങ്ങനെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കണം. ഡോബർമാൻ നമുക്കെല്ലാവർക്കും അറിയാം ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ബ്രീഡാണ്. അത്ര പെട്ടെന്ന് കൺട്രോളബിളായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഫസ്റ്റ് കാം ആൻഡ് ക്വൈറ്റ് സ്വഭാവമാണ് നമ്മൾ കോമ്പൗണ്ടിൽ തന്നെ പഠിപ്പിച്ചെടുക്കേണ്ടത്. അതിനുശേഷം എത്ര ഡിസ്ട്രാക്ഷനുകളുണ്ടെങ്കിലും ആ ടൈമിങ് കൂട്ടി കൊണ്ടുവരിക ഔട്ട്സൈഡിൽ. ഇതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഡോബർമാൻ മെയിലിനെയും കൂടി വിടാൻ പോവാണ്. അടുത്തൊരു സീനിയർ ആയിട്ടുള്ള ഡോഗിന്. ഡോഗ് വന്നതിന് ശേഷം ഡോഗിൻ്റെ ബിഹേവിയറിങ് ഇങ്ങനെയൊക്കെ നോക്കാം. നമ്മളങ്ങോട്ട് പോയാലും അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര ടൈം സ്റ്റേ ആയിട്ടിരിക്കണം. പന്ത ഡോഗ് പറഞ്ഞ് നമ്മൾ വിട്ടുണ്ട്. രണ്ടുപേരും കൂടി തമ്മിലുള്ള അവനെ കൂപ്പിട്. ഗുഡ് ഗേൾ. അപ്പം മെയിൻലി നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത്. ടെലസനെ കൂപ്പിട്. ഇപ്പോൾ പൊസിഷനിലേക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പേശാതെ ഓൺ ഹീറ്റിൽ ഇരിക്കുക அந்த ഫീമെയിൽ. எனக்கு பார்க்கல. இப்போ அது அந்த டாக் இரிட்டேஷன் பண்ணிகிட்டே இருக்குது. அவனை கரெக்டாக கூப்பிடு. காமன் போயிட்டு சிட் சொல்லு. കൈ അന്ത മാതിരി ഇന്ത മാതിരി ആക്കാതെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ വെച്ചത്. ബോഡി ലാംഗ്വേജ് സൂപ്പറാണ് വെച്ചത്. അവൾ കൂടെ ഇന്ത പൊസിഷനിൽ വന്നത്. ഗുഡ്. കൂപ്പിടുക. സിറ്റ് சொல்லு. இப்போ என்ன பேசுங்க. கொஞ்சம் டைம் எடுத்து கொடு. காம் சிட் ஆகட்டும். சிட் சொல்லாம கொஞ்சம் வெயிட் பண்ணு. அப்போ ஏதாவது டிஸ்ட்ராக்ஷன் பண்ணட்டும். இப்போ குட். இப்போ சொல்லு. ட்ரீட் கொடு. അവർക്ക് കൊഞ്ചം റിലീസ് ആവുന്നതുക്ക് നമ്മൾ ടൈം കൊടുക്കണം.
இப்போ நான் நினைக்கிறது ஃபீமேல் ஆன் ஹீட்டாக இருக்குது, அதனால தான் டைரெக்டாக வந்து யூரின் பண்ணி அது பின்னாடியே இருக்குது. இப்போ நமக்கு கொஞ்சம் காம் ஆகுறதுக்கு கொஞ்சம் டைம் கொடுத்துடலாம். இப்போ நம்ம சிட் 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 சொல்லினா எப்படி நினைக்கும், குட் 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 என்ன சொல்லிகிட்டே இருக்குது. எதுவுமே சொல்லாமல் கொஞ்சம் நேரம் இருந்துன்னா அந்த மூமெண்ட் கண்ட்ரோல் பண்ணி அவர் கரெக்டாகிடும். தெரியும். இப்போ குட் பொசிஷனில் இருக்கிறதால அவளுக்கு ഞാൻ முன்னாடி சொல்லிല്ലേ அந்த மாதிரி அவளோட ஒரு ட்ரீட் அங்கே இட்டு கொடுத்துரு. இந்த மாதிரி காமன் போயிட்டு இങ്ങനെ ഇരുന്നിனா நம்ம கொடுத்துடும். இவன் கூட கொஞ்சம் டைமில் டவுன் ஆகிடும். அது வரைக்கும் நமக்கு வெயிட் பண்ணிகிட்டு இருக்கு. இப்போ என்கிட்ட வந்துட்டு இருக்கு. இப்போ ஒரு வாட்டி கூப்பிடுச்சால இருக்கு. இது பாடி லாங்குவேஜ் அந்த மாதிரியே வச்சுடு. ഗുഡ് പൊസിഷനിൽ വന്നെടുത്ത് ഇപ്പം 2 പേർക്കും ഒന്നൊന്ന് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ഒബീഡിയൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറ്റായിരിക്കുമ്പോഴൊക്കെ പല ഡോഗ്സുകൾ ജലസ്യമുണ്ട്. പല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഡോഗുകളും ജലസ്യമുണ്ട്. ചിലപ്പോൾ ടെമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ വേറൊരു മെയിലും കൂടി ഉണ്ട്. ഓൾറെഡി ഇവർ രണ്ടാളും ആ ഒരു ആൽഫ ഇതിന് വേണ്ടിയിട്ടൊരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരാണ്. അപ്പോൾ ഡോഗിൻ്റെ ഡിസ്ട്രാക്ഷനുകൾ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ഇമോഷൻസുകളാണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്. മെയിനായിട്ടുള്ള ട്രെയിനിങ് ഡോഗ്സിനല്ല വേണ്ടത്. മെയിനായിട്ടുള്ള ട്രെയിനിങ് ഹാൻഡ്ലേഴ്സിനാണ് വേണ്ടത്. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ഇപ്പോൾ ടൈം കൊഞ്ചമായില്ലേ, അപ്പോൾ അവൾക്കൊരു ട്രീറ്റ് കൊടുത്തിട്ട് അപ്പോൾ ടൈം ലാസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ട്രെയിനറിൻ്റെ അവിടെ ഉള്ളപ്പോൾ നല്ല രീതിയിലായിരുന്നു. ഇപ്പോൾ അവളെ ഇറിറ്റേറ്റ് പണിയിട്ട് ഇருக்கு. അപ്പോൾ ഇനഫ് சொல்லிடணும். ഇനഫ് പൊസിഷനിലേക്ക് വരണം. ഗുഡ് സിറ്റ് ഗുഡ് ട്രീറ്റ് കൊടുത്തിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ ട്രീറ്റ്. അപ്പോൾ പല ആൾക്കാരും ഞാൻ പറഞ്ഞു വന്ന കാര്യം, പല ആൾക്കാരും ഉള്ള ഒരു കാര്യമാണ്, ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് കൊടുത്തു. ആ സമയത്ത് അവർ അനുസരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ശരിയായില്ല. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലാണ് അവരെ കോമ്പൗണ്ടിൽ പോയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അഗ്രസീവായിട്ടുള്ള ഡോഗുകൾക്കാണെങ്കിൽ അവരെ മേൽക്കോയ്മ വളരെ കൂടുതലായിരിക്കും, അവരെ ഡൊമിനൻസി കാട്ടുന്ന രീതികൾ കുറവായിരിക്കും. എന്നിരുന്നാലും നമുക്ക് അതിനൊരു സൊല്യൂഷൻ എന്തായാലും കിട്ടും. പിന്നെ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ട്രെയിനേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ബ്രീഡ് എന്താണ്, അതിനുള്ള ബിഹേവിയറിങ്, അവരെ ബോഡി ലാംഗ്വേജ് ഇനഫാണ് ചൊല്ലേണ്ടത്. അന്ത ടൈമിൽ ഇനഫ്, ദാറ്റ്സ് നോട്ട് ഗുഡ്. ഇപ്പോൾ 2 പേരെയും ഒരു വാട്ടി ഫ്രീ ആക്കി വിട്ടിട്ട് ഫ്രീ ചൊല്ലുമ്പോൾ ഇമോഷനിൽ നമ്മ 2 പേരുമേ കൊഞ്ചം കുതിക്കണം. ഗുഡ് എന്ന മാതിരി കുതിച്ച് ഫ്രീ മാതിരി നമ്മുടെ ഇമോഷനെ ഫ്രീ ആയിരുന്നു. അപ്പോൾ അവർ കൊഞ്ചം വിളയാടിയതുക്കപ്പുറം നമുക്ക് ഹോൾഡ് പണിയിടണം. ഇപ്പോൾ ഫ്രീ ചൊല്ലിട്ട് ഓടിയിട്ട് നമ്മളെ ബോഡി കൂടെ നമ്മൾ കൂടെ ഓടിയിട്ട് ശ്വേതാങ്ക കൊഞ്ചം ഓടിയിട്ട് ഗുഡ്. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആവട്ടും. ഇപ്പോൾ എതുമേ சொல்ல വേണം, അവരെ മൈൻഡ് കൂടെ പണ വേണ്ട. ഇപ്പോൾ അവർക്ക് സ്മെൽ പണിയിടலாம். ഇപ്പോൾ ഇവർ വീടിൻ്റെ അവിടെയൊക്കെ സ്ട്രേ ഡോഗ്സുകളൊക്കെ വന്നിട്ട് യൂറിൻ പാസ് ചെയ്യും, മൂത്രമൊക്കെ ഒഴിക്കാറുണ്ട്. ഇവിടെ സ്ട്രേ ഡോഗ്സുകളെ, പുറത്തുള്ള ഡോഗ്സുകളെ അവർ കൊണ്ട് കിടത്താറൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സ്മെല്ലൊക്കെ സ്മെല്ല് ചെയ്ത് കുറച്ച് അവർക്ക് ഫ്രീ ആവാനുള്ള ടൈമിങ്ങാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓൺ ഹീറ്റാണ് ഈ ഫീമെയിൽ. ഏകദേശം കറക്റ്റ് ടൈമിങ്ങാണ് ആയിട്ടുള്ളത്. മിക്ക ഡോബർമാൻസിനും ഹീറ്റ് ടൈമിൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോബർമാൻസിന് അത് വലിയൊരു ടാസ്ക്കാണ്. അത്ര പെട്ടെന്നൊന്നും നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഹീറ്റായിരിക്കുമ്പോൾ. എല്ലാ ബ്രീഡുകളെ വെച്ച് നോക്കിയാലും അത് എക്സ്പെഷ്യലി ഡോബർമാൻ ഭയങ്കര ടഫാണെന്നാണ് ഞാൻ പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്വേത ഇന്ത പൊസിഷനിൽ വേണം, അങ്ങേ പോയി നിന്നിട്ട് കൊഞ്ചം അങ്ങേ
Good. Good girl. Where is it? No, where? No, where is it? അപ്പോൾ ആ പൊസിഷനിൽ വന്നിടും. Where? Sit. Sit. ഇപ്പം എന്താ Where സീന്? now? Sit. Good. Good boy. ഇപ്പം നമ്മളെ കമ്പൈനായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഡേ ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ട്രെയിൻ பண்ணிட்டு First time. This is the first time. 2 years ஆயிடுச்சு. சுத்தமா நான் கண்ட்ரோல் பண்ணவே முடியல. 4 dogs maintain பண்ணது ரொம்ப கஷ்டமா இருந்துச்சு. இப்போ இவங்க ஃப்ரெண்ட்லியா இருக்கிறது எனக்கு ரொம்ப ஹாப்பியா இருக்கு. Good boy, Kairi. Elsa, come. Sit, Elsa, sit. Good girl. Very good girl. Very good boy. ഇനി നമുക്ക് ഇവർ രണ്ടാളുമേ കേജിൽ പോട്ടിട്ടില്ല. മിക്ക ഡോഗ്സിനുള്ള പ്രശ്നമാണ് തിരിച്ച് കേജ് കയറാൻ പറ്റാത്ത, കേജ് കയറാണ്ടിരിക്കുക. നമുക്കൊന്ന് ഇവരെ കറക്റ്റായിട്ട് കേജിൽ കയറണ്ടോ എന്ന് നോക്കാം. രണ്ടാമത് ഡോഗ്സുകളാണ് ഇവിടെ കൂടെ കൂടെ Fine. Fine. ഇപ്പോൾ ഗെറ്റിനാവില്ലേ Byron, get in. Byron, cute. Byron, cute. Get in. ഗുഡ്. Good boy. Very good boy. ഇനി നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം എന്താണ് ഇവരെ അഭിപ്രായം കാര്യങ്ങളും നോക്കാൻ. ശരി, ഓക്കെ. ഇപ്പൊ இப்போ எப்படிதான் உங்களோட எக்ஸ்பீரியன்ஸ்? இவர் ரெண்டாலுமே ஃபஸ்ட் டைம் தானே நம்ம வெளியே விட்டு ரெண்டு பேரையும் சேர்த்து ஒபீடியன்ஸ் பண்ணுறது ஃபஸ்ட் டைம்? ஆமாம், நான் 2 பேரும் தனித்தனியாக கூட்டிகிட்டு போனாலே அவங்க எனக்கு கண்ட்ரோல் ஆக மாட்டாங்க. என்னை ஏமாற்றிட்டு இங்கே ஓடுறது அங்கே ஓடுறது அப்படி போயிடுவாங்க. என்னால் ஒருத்தரையும் மெயின்டைன் பண்ண முடியாது, ரொம்ப கஷ்டமாக இருக்கும். ஆனால் இன்றைக்கி 2 பேரும் சேம் டைமில் நான் கண்ட்ரோல் பண்ணேன். எனக்கு அது ரொம்ப ரொம்ப ஹாப்பி. அண்ட் இதே மாதிரி அவங்க ஒபீடியன்ஸை நீங்கள் மாற்றினதுக்கு ரொம்ப ரொம்ப தேங்க்யூ ஸோ மச். எனக்கு ஐம் ஸோ ஹாப்பி. என்ன டு டாபர் டு பெல்ஜியன் 4 பேரும் ரொம்ப ஃப்ரெண்ட்லி ஆகிட்டாங்கன்னா ஐ எம் ஸோ ஹாപ്പി. ഓക്കെ. ഇനി നമുക്കുള്ള മെയിൻ ആയിട്ടുള്ള ടാസ്ക് ഈ 2 ആൽഫ ഡോഗുകളൊന്ന് കൺട്രോൾ ചെയ്യണം. അത് നമുക്കിപ്പോൾ നാളേക്ക് വണ്ടേയിൽ ഇന്ന് ഈവനിങ് കൺട്രോൾ പണിയിടില്ല, നോ പ്രോബ്ലം. ഇതിലിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് അവർക്കാണ് നിങ്ങളിത് അത് ரொம்ப നല്ലവേ புரிஞ்சிக்கணும். எப்படி இது ஹேண்ட்லிங் பண்ணுறது, இந்த ஆள் வந்ததுக்கு அப்புறம் 2-3 டேஸில் இது கண்ட்ரோல் பண்ணிட்டு இருக்கும். ஆனால் നിങ്ങൾക്ക് கூட அது முடியும். அந்த கான்ஃபிடென்ஸ் வேணும். அதுக்கு என்னென்ன வேணும், அதுக்காக தான் இந்த வீடியோஸ் எல்லாமே எடுத்து வச்சு நம்மளோட பாடி லாங்குவேஜ் கமெண்ட்ஸ் என்ன கரெக்ட் டைமிங்கில் நமக்கு கமெண்ட் வராது, நம்மளோட பாடி லாங்குவேஜ் அந்த மாதிரி வராது. ஆனால் ഞങ്ങൾക്ക് எல்லாமே எக்ஸ்பீரியன்ஸ் இருக்கும் ട്രെയിനേഴ്സ്ക്ക്. ஆனால் നിങ്ങൾക്ക് ഇത് பார்த்து தான் புரியும், നോ പ്രോബ്ലം. ഇവർ മെയിനായിട്ട് ഇത്ര കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ വീടെന്ന് വെച്ചാൽ ഒരു പാർട്ട് മുഴുവൻ അവർക്ക് കളിക്കാനുള്ള ഏരിയ ആണ് ഇതേപോലെ തന്നെയുള്ള സ്ഥലം. എന്നിരുന്നാലും ഡോഗ്സിന് ഹ്യൂമൻസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവർ എനിമൽസിനുള്ളൊരു ബിഹേവിയറിംഗ് എന്ന് പറഞ്ഞാൽ ജലസ്സാണ്. ജലസ് അവർക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവർ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനപ്പുറം ഇപ്പോൾ 2 മെയിൽസായ കാരണം കൊണ്ട് അവർ ആൽഫ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത് ഒരു 2.5-3 ഇയറിൽ അവർക്ക് ഒരു മെച്യൂരിറ്റി ആയിട്ട് വരുന്ന ഒരു ടൈം പീരീഡാണ്. இப்போ நான் இங்கே வந்ததுக்கப்புறம் இவர் கூட நான் எவ்வளோ டேஸில் எக்ஸ்பீரியன்ஸ் பண்ணிட்டு இருக்கு உங்களோட 2 ഡോബർമാൻസ് கூட? 2 days കംപ്ലീറ്റ് 2 days. ഇവിടെ വന്നതിന് ശേഷം 1 മണിക്കൂറൊക്കെയാണ് ഫസ്റ്റ് ഡേ വന്ന് ട്രെയിൻ ചെയ്തത്.
1 hour. 1 hour. സെക്കൻഡ് ഡേ വന്നതും ഒരു 1 hour ഈവനിങ്. ഇന്നൊക്കെയാണ് ഒരു ഫുൾ ടൈം ഒബ്സർവേഷനിലേക്ക് നമ്മൾ വന്ന് ഒരു ട്രെയിനിങ് ടൈം പീരീഡ് ഫോം ചെയ്തെടുത്തത്. ഇതിലെന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ അവരെ മനസ്സിലാക്കി എടുക്കണം, അവരുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്സുകൾ നമുക്ക് ഇപ്പോൾ എങ്ങനെ മനസ്സിലാവണം. ഇപ്പോൾ അവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോഗ്സ്. ഇതെന്താ ഡോഗ് കുറയ്ക്കും. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് തന്നെ കിച്ചണിൽ നിന്നിട്ട് അധികം വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പുറത്തുതന്നെ നിന്നാൽ ഇങ്ങനെ ഡോഗ് കുറച്ച്. ഇപ്പോൾ നമ്മൾ അത് കൺട്രോൾ പണ്ണണം. ഇനഫ് ഒരു കമാൻഡ് ചൊല്ലിയിടും. അപ്പോൾ ഇങ്ങനെ ഒരു കമാൻഡ് ചൊല്ലിയ അവരവിടെ നിൽക്കണം. അല്ലാണ് ആ കമാൻഡ് ഇങ്ങിരുന്നു. ഇപ്പം നമ്മൾ ക്ലോസിലേക്ക് ഡോബർമാൻ കുറച്ചുകൊണ്ടേ ഇരുന്ന വേറെ മാതിരി ഇരിറ്റേറ്റ് പണിയിട്ട് ഇരിക്കും. അത് ആ ഡോബർമാനോടെ ബിഹേവിയർ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ കൂടെ ഒരാൾക്കാർ വന്നിട്ടുണ്ടായിരുന്ന അവരിങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. അത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇങ്ങനെ വയസ്സായിട്ടുള്ള അമ്മാമ്മയൊക്കെ ഉണ്ട്, ഇവർക്ക് വല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഡോഗ് ലവേഴ്സ് ആണെങ്കിൽ ഇത്ര ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇത്ര അധികം ഡോഗ്സിനെ വെച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ നോക്ക് പകരം അവർക്ക് ഇനഫ് എന്നുള്ളൊരു കമാൻഡാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും അവർ നോ കമാൻഡാണ് പറയുക. ഇനഫ് കമാൻഡ് കുറച്ചും കൂടെ പവർഫുള്ളായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇനഫ് എന്നുള്ള കമാൻഡ് പറയണമെന്ന് വെച്ചാൽ നോ കമാൻഡ് കുറേ വട്ടം അവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് ഇവളോ നാളെ ഇത് ചൊല്ലിയിട്ടേ ഇருக்கு, ഞാൻ അതുക്ക് മേലെയേ പണിയിട്ടേ ഇருக்கு, നീ ആര് അന്ത കമാൻഡ് ചൊല്ലിയിട്ട് ഇருக்கு. പിന്നെ ഇനഫ് എന്നുള്ള കമാൻഡ് ഒരു ജർമ്മൻ വേർഡ്സാണ്, അതിനുള്ള പഞ്ച് കൂടുതലാണ്. അതിപ്പോൾ ഞാൻ നോർമലായിട്ട് പറഞ്ഞു തരുന്നത് ടൈഗർ, ഷോക്കി, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. കൃഷ്ണൻകുട്ടി, രാമൻകുട്ടി എന്നുള്ള പേര് നമ്മുടെ ഡോഗ്സിന് വെക്കാറില്ല. കാരണം ഇവർക്ക് ലാംഗ്വേജ് അറിയാത്ത കാരണം കൊണ്ട് ആ പ്രൊനൗൺസിയേഷൻ്റെ ലാസ്റ്റ് പഞ്ചാണ് ഇവർ ഒബ്സർവേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേർഡ്, പുതിയൊരു സിസ്റ്റം അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അവർ ഗ്രാസ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഡേ നമുക്ക് ഇവർ രണ്ടാളെയും കൂടിയിട്ടുള്ള ഓഫ് ലീഷ, ഇനി ഇവർ രണ്ടാളെ കൂടിയിട്ടുള്ള അഗ്രഷൻ കൺട്രോളിങ് കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കാര്യം കഴിയും. അപ്പോൾ ഓക്കെ.